പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്നൊരു സുപ്രധാനമായ വാർത്ത സംഭവിച്ചിട്ടുണ്ട്. അത് മന്ത്രിയുടെ പ്രണയ വാർത്തയല്ല കേട്ടോ. എന്റെയും നിങ്ങളുടെയും ജീവിതത്തെ നേരിട്ട് ബാധിക്കാൻ പോകുന്നൊരു സംഭവം ഇന്ന് ലോകത്ത് അരങ്ങേറിയിരിക്കുകയാണ്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുതിച്ചുയർന്നിരിക്കുകയാണ്. നോക്കൂ, ഒരു ബാരലിന് $101 ഇപ്പോഴത്തെ വിലയെന്ന് പറയുന്നത്. എന്താ കാരണം? ഒറ്റ കാരണമേ ഉള്ളൂ. ഇസ്രയേലും ഇറാനും യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്നു. യുദ്ധം ആരംഭിച്ചിട്ട് 10 ദിവസം പിന്നിട്ടിരിക്കുകയാണ്. 10 ദിവസം മുമ്പ് എന്തായിരുന്നു ക്രൂഡ് ഓയിലിന്റെ വില? ഒരു ബാരലിന് $67 ആയിരുന്നു. ഇപ്പോൾ എത്രയാണ് വില? $101. എത്രയാണ് വ്യത്യാസം? $34. $34 എന്ന് പറയുമ്പോൾ എത്രയാണ് ഇന്ത്യൻ രൂപ? 3128 രൂപ. അതൊരു ചെറിയ വ്യത്യാസമാണോ? നോക്കൂ, യുദ്ധം നടക്കുന്നത് ഇസ്രയേലിനും ഇറാനും ഇടയിലാണ്. അതങ്ങ് പശ്ചിമേഷ്യയിലാണ് നടക്കുന്നത്. നമ്മളെ അതെങ്ങനെ ബാധിക്കാനാണ് എന്നൊക്കെ കരുതി ആശ്വസിച്ചിരിക്കുമ്പോഴാണ് നോക്കൂ, നമ്മുടെ അടുക്കളയിലേക്ക് ഈ യുദ്ധം കയറി വന്നിരിക്കുകയാണ്. ഇപ്പോൾ പാചകവാതകം കിട്ടാനില്ല. ഉടൻ തന്നെ പാചകവാതകത്തിന്റെ വില വർദ്ധിക്കാൻ പോവുകയാണ്. പെട്രോളിന്റെ വില വർദ്ധിക്കാൻ പോവുകയാണ്. വാണിജ്യ സിലിണ്ടറുകൾ ഇപ്പോൾ വിതരണം ചെയ്യുന്നില്ല. അടുത്ത ഒരാഴ്ചക്കുള്ളിൽ കേരളത്തിലെ മിക്കവാറും ഹോട്ടലുകളെല്ലാം പൂട്ടാൻ പോവുകയാണ്. പെട്രോളിന്റെയും പാചകവാതകത്തിന്റെയൊക്കെ വില വർദ്ധിച്ചാൽ പിന്നെ എല്ലാ ഉൽപ്പന്നങ്ങളുടെയും വില വർദ്ധിക്കുമെന്ന കാര്യത്തിൽ എന്താ സംശയം? ആ അർത്ഥത്തിൽ വലിയൊരു വിലക്കയറ്റം നമ്മൾ അനുഭവിക്കാൻ പോകുന്നു. ഇത് കേരളത്തിന്റെ മാത്രം പ്രതിസന്ധിയല്ല, ഇത് ഇന്ത്യയുടെ മാത്രം പ്രതിസന്ധിയല്ല. യൂറോപ്പിലും ആഫ്രിക്കയിലും ചൈനയിലും ഒക്കെ ഇത് തന്നെയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ സ്ഥിതി എന്ന് പറയുന്നത്. ഇനി മറ്റൊരു വാർത്ത കൂടി സംഭവിച്ചിട്ടുണ്ട് കേട്ടോ. അത് അമേരിക്കൻ പ്രസിഡന്റ് ആയിട്ടുള്ള ഡൊണാൾഡ് ട്രംപിന്റെ ഒരു പ്രസ്താവനയാണ്. ഇന്നലെ അദ്ദേഹം CBS ന്യൂസിന്റെ അഭിമുഖം നൽകിയിട്ടുണ്ട്. ആ അഭിമുഖത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് യുദ്ധം ഏറെക്കുറെ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്നാണ്. ഇപ്പോഴും അദ്ദേഹം ഇറാനെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരുടെ നാവികസേനയെ ഇല്ലാതാക്കി കഴിഞ്ഞിരിക്കുന്നു, അവരുടെ വ്യോമസേനയെ തകർത്തിരിക്കുന്നു, അതുപോലെ തന്നെ അവരുടെ ആശയവിനിമയ സംവിധാനങ്ങളെല്ലാം തകർന്നു കഴിഞ്ഞിരിക്കുകയാണ്. അവരുടെ മിസൈലുകൾ ലക്ഷ്യം കാണുന്നില്ല, അവരുടെ ഡ്രോണുകളെല്ലാം ചിതറിപ്പോയിരിക്കുകയാണ്. ആ അർത്ഥത്തിൽ ഈ യുദ്ധം ഏറെക്കുറെ പൂർത്തിയായിരിക്കുന്നു എന്നാണ് ട്രംപ് അവകാശപ്പെടുന്നത്. കഴിഞ്ഞ ആഴ്ച പറഞ്ഞത് 4-5 ആഴ്ചയ്ക്കുള്ളിൽ ഈ യുദ്ധം അവസാനിപ്പിക്കുമെന്നാണ്. പക്ഷേ ഇപ്പോഴിതാ ഉടൻ തന്നെ ഈ യുദ്ധം അവസാനിക്കും എന്നുള്ള സൂചനയാണ് ഡൊണാൾഡ് ട്രംപ് നൽകുന്നതെങ്കിൽ മറുവശത്ത് എന്താ സംഭവിച്ചിരിക്കുന്നത്? ഇന്ന് രാവിലെ എന്താണ് നമ്മൾ കേട്ട വാർത്ത എന്ന് പറയുന്നത്? ബഹ്റൈന്റെ തലസ്ഥാനമായ മനാമയിലേക്ക് ഇറാൻ വീണ്ടും മിസൈൽ അറ്റാക്ക് നടത്തുന്നു. ബഹ്റൈനിലെ ഒരു പൗരൻ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് മാത്രവുമല്ല, ഇറാന്റെ റവല്യൂഷണറി ഗാർഡ് എന്ന് പ്രഖ്യാപിച്ചിരിക്കുന്നത്, നോക്കൂ, യുദ്ധം ആരംഭിച്ചത് നിങ്ങളാണ് ഇറാനെ അറ്റാക്ക് ചെയ്തത്. ഇനി യുദ്ധം എപ്പോൾ അവസാനിപ്പിക്കണം, എവിടെ അവസാനിപ്പിക്കണം, എങ്ങനെ അവസാനിപ്പിക്കണം, അത് ഞങ്ങൾ തീരുമാനിക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? നോക്കൂ, അമേരിക്ക വലിയ വെട്ടിലായിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് അക്ഷരാർത്ഥത്തിൽ കുടുങ്ങിപ്പോയിരിക്കുകയാണ്. കാരണം എന്താണ്? വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് അമേരിക്ക ഈ യുദ്ധത്തിലൂടെ പോകാൻ പോകുന്നത്. നമുക്കറിയാമല്ലോ, ഈ ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക ശക്തിയാണ്, സൈനിക ശക്തിയാണ് അമേരിക്ക എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. പക്ഷേ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഈ ഇറാനെതിരായിട്ടുള്ള യുദ്ധമുണ്ടല്ലോ, അവരെ വലിയ പ്രതിസന്ധിയിലേക്കാണ് കൊണ്ടുപോകുന്നത്. ഒരർത്ഥത്തിൽ ഈ യുദ്ധത്തെ ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റിയിരിക്കുകയാണ്, ഒരു എക്കണോമിക് വാറാക്കി മാറ്റിയിരിക്കുകയാണ് ഇറാൻ. ആ അർത്ഥത്തിൽ ഒരു വലിയ തന്ത്രമാണ് ഇറാൻ ഇപ്പോൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ പിടിയിൽ പെട്ടുപോയിരിക്കുകയാണ് ഒരർത്ഥത്തിൽ ഡൊണാൾഡ് ട്രംപും അതുപോലെ തന്നെ അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും.